പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് സേ ബോക്സ് ബിഡിംഗ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരെയുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ സാദിഖ് റഹ്മാനും ജയസൂര്യയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയതോടെ നടൻ വലിയ നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണെന്നാണ് സൂചനകൾ. സാദിഖ് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികളിൽ നിന്നായി ഏകദേശം 1 കോടിയോളം രൂപ ജയസൂര്യയുടെയും ഭാര്യ സരിതയുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയതായാണ് ഇഡിയുടെ പ്രധാന കണ്ടെത്തൽ. ഈ പണമിടപാടുകളുടെ സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സേബോക്സ് എന്ന സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമാണെന്നാണ് ജയസൂര്യ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ തട്ടിപ്പിലൂടെ സമ്പാദിച്ച തുകയാണ് ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 7 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ജയസൂര്യക്ക് ഇഡി വീണ്ടും സമൻസ് അയച്ചു. തട്ടിപ്പിലൂടെ നേടിയ പണം വെളുപ്പിക്കാൻ സിനിമാ മേഖലയിലെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയോ എന്ന കാര്യമാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. സാദിഖ് റഹ്മാന്റെ സിനിമാ രംഗത്തെ പ്രമുഖരുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇത്തരത്തിൽ കൂടുതൽ തരത്തിലേക്ക് തട്ടിപ്പ് പണം എത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ജയസൂര്യയുടെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണമാണ് നടന്റെ അക്കൗണ്ടിൽ എത്തിയതെന്ന് അന്തിമമായി സ്ഥിരീകരിക്കപ്പെട്ടാൽ ആ തുക കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇഡി കടക്കും. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ വെച്ച് നടന്ന മുൻപത്തെ ചോദ്യം ചെയ്യലുകളിൽ ലഭിച്ച വിവരങ്ങളും പുതിയ കണ്ടെത്തലുകളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കാനാണ് ജനുവരി 7 കൂടിക്കാഴ്ച പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സേബോക്സ് തട്ടിപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2023 ജനുവരിയിലാണ് സ്ഥാപന ഉടമ സാദിഖ് റഹീം എന്ന സാദിഖ് റഹ്മാനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കോഴിക്കോട് സ്വദേശിയായ ഒരാൾ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു ഈ നീക്കം. സേബോക്സിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്നും മാസം തോറും വൻതോതിൽ ലാഭവിഹിതം നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് സാദിഖ് റഹീം ലക്ഷങ്ങൾ തട്ടിയെന്നായിരുന്നു പരാതിക്കാരന്റെ ആരോപണം. ഒരു മാസം 25 ലക്ഷം രൂപ വരെ ലാഭം ലഭിക്കുമെന്ന വ്യാജ വാഗ്ദാനത്തിൽ വീണ 100-ലധികം പേരിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ നിക്ഷേപമായി സ്വീകരിച്ചത്. എന്നാൽ വാഗ്ദാനം ചെയ്ത ലാഭവിഹിതമോ നിക്ഷേപിച്ച അസൽ തുകയോ തിരികെ ലഭിക്കാതെ വന്നതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. ഒരു ലേലാപ്പ് എന്ന നിലയിലാണ് സേബോക്സ് പൊതുജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കപ്പെട്ടത്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ കുറഞ്ഞ വിലയിൽ ലേലത്തിലൂടെ സ്വന്തമാക്കാമെന്നായിരുന്നു കമ്പനിയുടെ പ്രധാന ആകർഷണം. ഈ ലേലത്തിൽ പങ്കെടുക്കുന്നതിനായി ഉപഭോക്താക്കൾ പണം നൽകി കമ്പനിയുടെ വെർച്വൽ കോയിനുകൾ വാങ്ങേണ്ടതുണ്ട്. ഈ കോയിനുകൾ ഉപയോഗിച്ച് ലേലം വിളിക്കുകയും സാധനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യാം. എന്നാൽ ഈ സംവിധാനം ലോട്ടറിക്ക് സമാനമായ ഒന്നാണെന്നും ഇതിന്റെ മറവിൽ വൻ നിക്ഷേപ തട്ടിപ്പാണ് നടന്നതെന്നും പോലീസ് കണ്ടെത്തി. ജയസൂര്യയെ പോലൊരു ജനപ്രിയ നടൻ ഈ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയതോടെ പദ്ധതിയുടെ വിശ്വാസ്യത വർദ്ധിക്കുകയും കൂടുതൽ സാധാരണക്കാർ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്തു. താരത്തിന്റെ പ്രതിഫലത്തെ കുറിച്ചുള്ള തർക്കങ്ങൾക്കപ്പുറം തട്ടിപ്പ് നടക്കുന്ന വിവരം അറിഞ്ഞുകൊണ്ടാണ് ജയസൂര്യ ഇതിന്റെ ഭാഗമായത് എന്ന കാര്യവും ഇഡി ഗൗരവത്തോടെ കാണുന്നു. പണം കൈപ്പറ്റിയ രീതിയിലും അതിന്റെ കൃത്യമായ കണക്കുകളിലും കൂടുതൽ വ്യക്തത വരുത്താനുണ്ട്. സാദിഖ് റഹ്മാന്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് സിനിമാ മേഖലയിൽ നിന്ന് പണം ഒഴുകിയിട്ടുണ്ടോ എന്നും തിരിച്ചും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. തട്ടിപ്പ് പണം ഉപയോഗിച്ച സിനിമകൾ നിർമ്മിക്കാനാണോ വിതരണത്തിൽ എടുക്കാനാണോ ശ്രമം നടന്നതെന്നും ഇഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട്. കേരളത്തിന് പുറത്തേക്കും ഈ തട്ടിപ്പിന് ശൃംഖല വ്യാപിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത്. സാധാരണക്കാരുടെ വിയർപ്പൊഴുക്കിയ പണം തട്ടിയെടുത്ത ഒരു ക്രിമിനൽ സംഘവുമായി സെലിബ്രിറ്റികൾക്കുള്ള ബന്ധം പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ബ്രാൻഡ് അംബാസിഡർമാർ എന്ന നിലയിൽ പ്രതിഫലം വാങ്ങുമ്പോൾ ആ സ്ഥാപനത്തിന്റെ നിയമസാധുത പരിശോധിക്കാൻ താരങ്ങൾ ബാധ്യസ്ഥരാണെന്ന ചർച്ചകളും സജീവമാണ്. ജയസൂര്യയുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ ഇടപാടുകൾ പരിശോധിക്കുന്നതിലൂടെ ഈ കേസിലെ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ ആഴം കണ്ടെത്താമെന്നാണ് ഇഡി പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ ജയസൂര്യ കൂടാതെ സിനിമാ മേഖലയിലെ മറ്റു ചില പ്രമുഖരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിയമ നടപടികൾ കർശനമാക്കുന്നതോടെ സേബോക്സ് തട്ടിപ്പിലെ കൂടുതൽ കാണാപ്പുറങ്ങൾ വെളിച്ചത്ത് വരുമെന്ന് ഉറപ്പാണ്. ജനുവരി 7 ചോദ്യം ചെയ്യൽ ജയസൂര്യയുടെ സിനിമാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നിർണായകമായ ഒന്നായിരിക്കും.